നമുക്ക് ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ആപൽഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ എന്തിനെയൊക്കെയാണ് മുൻഗണന നൽകി സംരക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അതിപ്രധാനമായ ഒരു ഉപദേശമാണിത്. 1-ാം അധ്യായം ശ്ലോകം 6. സംസ്കൃത ശ്ലോകം. ആപദർത്ഥം ധനം രക്ഷേധാരാൻ രക്ഷേധനൈരപി ആത്മാനം സതതം രക്ഷേധാരൈരപി ധനൈരപി. പദാനുപദ അർത്ഥം. ആപത്ത് അർത്ഥം ആപത്തുകാലത്തിനായി ധനം സമ്പത്ത്, രക്ഷേത് സംരക്ഷിക്കണം, സൂക്ഷിച്ചു വയ്ക്കണം, ധാരാൻ ഭാര്യയെ കുടുംബത്തെ, രക്ഷേധനൈഹി അഭി ധനം ചെലവാക്കിയിട്ടാണെങ്കിലും സംരക്ഷിക്കണം, ആത്മാനം സ്വന്തം ശരീരത്തെ അഥവാ ആത്മാവിനെ, സതതം എപ്പോഴും, രക്ഷേത് സംരക്ഷിക്കണം, ധാരൈഹി അഭി കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും, ധനൈഹി അഭി ധനത്തെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ജീവിതം എപ്പോഴും ഒരുപോലെയല്ല. വരാനിരിക്കുന്ന ആപത്തുകളെ നേരിടാൻ നാം ധനം കരുതി വയ്ക്കണം. എന്നാൽ ഒരു വലിയ ആപത്ത് വരുമ്പോൾ പണത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് കുടുംബത്തിനാണ്. അതായത് ഭാര്യയ്ക്കും മക്കൾക്കും. പണം പോയാലും വേണ്ടില്ല, കുടുംബത്തെ രക്ഷിക്കണം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി സ്വന്തം ജീവൻ അഥവാ ആത്മാവ് രക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം താൻ ജീവിച്ചിരുന്നാൽ മാത്രമേ നഷ്ടപ്പെട്ട ധനവും കുടുംബവും വീണ്ടെടുക്കുവാൻ കഴിയൂ. 2. ആത്മീയ അർത്ഥം. ഇവിടെ ആത്മാനം എന്നത് കേവലം ശരീരത്തെയല്ല, നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൗകികമായ സമ്പത്തോ ബന്ധങ്ങളോ നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് തടസ്സമാകുകയോ നമ്മെ പാപത്തിലേക്ക് നയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവയേക്കാൾ പ്രാധാന്യം ആത്മശുദ്ധീകരണത്തിന് നൽകണം. ആത്മാവിനെ സംരക്ഷിക്കുക എന്നാൽ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് അർത്ഥം. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. മുൻഗണനകൾ, പ്രിയോറിറ്റീസ് നിശ്ചയിക്കാൻ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു. സമ്പാദ്യശീലം വേണം, എന്നാൽ അത് കുടുംബത്തേക്കാൾ വലുതാകരുത്. കുടുംബം വേണം, എന്നാൽ അത് സ്വന്തം തത്വങ്ങളോ ജീവനോ ബലികഴിച്ചുകൊണ്ട് അത് സംരക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഗുണപാഠകഥ. വ്യാപാരിയും 3 ഭാണ്ഡങ്ങളും. ഒരിക്കലൊരു വ്യാപാരി കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പലിൽ 3 പെട്ടികളുണ്ടായിരുന്നു. ഒന്ന് നിറയെ സ്വർണ്ണ നാണയങ്ങൾ, മറ്റൊന്ന് വിലപിടിപ്പുള്ള മരുന്നുകൾ, മൂന്നാമത്തേതിൽ വസ്ത്രങ്ങളും ഭക്ഷണവും. യാത്രക്കിടയിൽ കപ്പലിന് ഒരു തകരാർ സംഭവിക്കുകയും ഭാരം കുറയ്ക്കാനായി പെട്ടികൾ കടലിലെറിയാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെടുകയും ചെയ്തു. വ്യാപാരി ആദ്യം സ്വർണ്ണ നാണയങ്ങൾ കടലിലെറിഞ്ഞു, പിന്നെ വസ്ത്രങ്ങൾ എറിഞ്ഞു. എന്നാൽ മരുന്നുകൾ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കാരണം തൻ്റെ ജീവൻ രക്ഷിക്കാൻ അതാണ് ആവശ്യമെന്ന് അവൻ മനസ്സിലാക്കി. ജീവൻ രക്ഷപ്പെട്ടാൽ വീണ്ടും അധ്വാനിച്ച് സ്വർണം സമ്പാദിക്കാം എന്ന വലിയ സത്യം അവൻ തിരിച്ചറിഞ്ഞു. ഇതിനെയാണ് ചാണക്യൻ ആത്മാനം സതതം രക്ഷേത് എന്ന് വിളിച്ചത്.